നമസ്കാരം. ഞാൻ രവി നമ്പ്രം. ചെറിയ ഒരു ഭാഷണം. വിഷയം വായിച്ചു തീരാത്ത രാമായണ മാസം. ഇത് രാമായണ മാസം. നമുക്കറിയാം, മലയാളികളിൽ ഒരു വിഭാഗം മതവിശ്വാസികൾ, അതിൽ തന്നെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ, അതായത് ഹിന്ദു മതവിശ്വാസികളിൽ ചിലർ ഭക്ത്യാദരപൂർവം ആചരിച്ചു വരുന്ന ഒരു ചടങ്ങ്. അതാണല്ലോ രാമായണ മാസം എന്നത്. ഇതിൻ്റെ പെരുമയും പൊരുളും എന്താണ് എന്ന് ഒരു ചെറിയ ചിന്ത, പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എൻ്റേതായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കട്ടെ. രാമായണ പാരായണം, അതാണല്ലോ ശരിക്ക് മലയാളികളുടെ കർക്കിടകത്തിന് പൂർവികർ നൽകിയ ഈ ഒരു പേര് അഥവാ ഈ ഒരു വിശേഷണത്തിൻ്റെ സൂചന. നമ്മുടെ പൂർവികർ പഴയകാലത്ത് ബോധപൂർവം, അത് വെറുതെ അല്ല, ബോധപൂർവം രൂപപ്പെടുത്തിയ, തീർത്തും ദിശാബോധത്തിലൂന്നിയ ഒരു ആചാരമാണ് രാമായണ മാസം എന്നാണ് എൻ്റെ പക്ഷം. പാരായണം അഥവാ വായന എന്ന ശീലം, അത് വളർത്തിയെടുക്കലാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ വൈയക്തികവും സാമൂഹ്യവുമായ ദിശാബോധത്തിൻ്റെ ഒരു സന്ദേശം, അതാണ് യഥാർത്ഥത്തിൽ രാമായണ മാസം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. താളം തെറ്റാത്ത ഋതുചക്രങ്ങളിൽ കാക്ക കണ്ണു തുറക്കാത്ത കർക്കിടകം, അങ്ങനെയാണല്ലോ ഒരു വിശേഷണം. അവിടെ കോരിച്ചൊരിയുന്ന മഴക്കാലം. ഇന്നത്തെ നാളുകൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. പക്ഷെ പഴയ കാലാവസ്ഥാ ചക്രത്തിൽ അതിനൊരു നൈരന്തര്യമുണ്ടായിരുന്നു ഓരോ വർഷവും. ഇന്നത്തെ താളം തെറ്റി. മനുഷ്യരുടെ തന്നെ ചില ചെയ്തികൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴക്കാലം, പുറത്തിറങ്ങാൻ പോലും കഴിയാതെ എല്ലാവരും വീടിനകത്ത് ഒതുങ്ങിക്കഴിയേണ്ടുന്ന അവസ്ഥ. ശരിക്കും ആ കോവിഡ് പോലെ എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആർക്കും പുറത്തിറങ്ങാനോ അങ്ങനെയൊന്നും പറ്റാത്ത വല്ലാത്തൊരു പേമാരിക്കാലമായിരുന്നു. തോരാത്ത മഴ, തൊഴിലുകളില്ല. അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ തനിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മേഞ്ഞ് നടക്കുന്ന മനസ്സ്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. ആ മേഞ്ഞ് നടക്കുന്ന മനസ്സിനെ തമസിൽ നിന്നും വെളിച്ചത്തിലേക്ക് തിരിച്ചുവിടാനായി കാരണവന്മാർ കൽപ്പിച്ചരുളിയ ശീലമായി പാരായണം നിർബന്ധമാക്കുന്നു. വായിക്കാനും അറിയാനും ചിന്തിക്കാനും വളരാനുമുള്ള കരുത്ത് ആർജിക്കാൻ ഓരോ വ്യക്തിയെയും തദ്വാരാ സമൂഹത്തെയും പ്രാപ്തമാക്കുന്ന വായനയിലേക്ക് മനസ്സ് തിരിക്കാൻ ഒരു ആചാരം രൂപപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിൽ രാമായണ മാസം. ഇവിടെ രാമായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി വിശദീകരിക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷെ അപ്പോഴൊന്ന് ഓർക്കുക, ചില മാധ്യമങ്ങളും മൗലികവാദികളും അവരെ അനുധാവനം ചെയ്യുന്നവരും അർത്ഥമാക്കുന്ന വാണിജ്യ താല്പര്യമോ പൊങ്ങച്ച സംസ്കാരമോ ആയിരുന്നില്ല പൂർവികർ ലക്ഷ്യം വെച്ചത്. തീർത്തും ദിശാബോധത്തോടെയുള്ള ഒരു മനസ്സംസ്കരണ പന്ഥാവായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതിന് അനുയോജ്യമായ രീതിയിൽ അന്ന് ലഭ്യമായിരുന്ന ഒരു അമൂല്യ ഗ്രന്ഥം, അതാണ് ആ അർത്ഥത്തിലാണ് രാമായണം എടുക്കുന്നത്. രാമായണം തിരഞ്ഞെടുത്തു എന്നതാണ് വസ്തുത. ഇവിടെ ആ കൃതിയെപ്പറ്റി വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ട്.
എനിക്കും എൻ്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില തിരിച്ചറിവുകളുണ്ട്. അതൊന്നും ഈ ഒരു ചർച്ചയിൽ പങ്കുവെക്കാൻ ഞാൻ മുതിരുന്നില്ല. അത് മറ്റൊരവസരത്തിൽ ചെയ്യുന്നതാണ് നല്ലത് എന്ന് കരുതുന്നു. ഇവിടെ ഈ മാസത്തിൻ്റെ വായനയുടെ പ്രസക്തിയെക്കുറിച്ച് മാത്രം. അപ്പം അങ്ങനെ രാമായണം തിരഞ്ഞെടുത്തു, അതാണ് വസ്തുത. പക്ഷേ നമ്മൾ അറിയേണ്ടത് യഥാർത്ഥ രാമായണമായിരുന്നില്ല അന്ന് തിരഞ്ഞെടുത്തത്. സാർവത്രികമായ, ലളിതമായ, സുഗ്രാഹ്യമായ ഒരു കൃതി, അതാണ് എഴുത്തച്ഛൻ രാമായണം അഥവാ വാൽമീകി രാമായണം. അതാണ് മുഖ്യമായും നമ്മുടെ ഈ കർക്കിടക മാസ പാരായണത്തിന് കേരളീയർ ഉപയോഗിച്ചത്. പഴയ കാലത്ത് ഒരു സുപ്രധാനമായ വളരെ ഇതായിട്ടുള്ള ഒരു കാവ്യമായിരുന്നല്ലോ രാമായണം. ആ കാലഘട്ടത്തിൽ ലഭ്യമായ ഇതര പുസ്തകങ്ങൾ വെച്ച് ഏറ്റവും മഹത്തരമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതി. അതിൽ വാൽമീകി രാമായണത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിലേക്ക് എത്തുമ്പോഴുണ്ടായ അതിൻ്റെ രീതിമാറ്റവും സ്വഭാവമാറ്റവും ഉൾക്കാമ്പിലുള്ള മാറ്റങ്ങളൊക്കെ അതൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരു വിശദമായ വിശകലനത്തിന് ഇവിടെ തുനിയുന്നില്ല. പക്ഷേ ലളിതമായി പറഞ്ഞാൽ നാം തിരിച്ചറിയുന്ന ഒരു കാര്യം, രാമായണം എന്നത് ഒരു ബൃഹത്തായ കാവ്യമാണ്. അതിലൊരു സംശയവുമില്ല. ഒരു ബൃഹത്തായ, പലതുകൊണ്ടും, വണ്ണം കൊണ്ടെന്ന് മാത്രമല്ല പലതുകൊണ്ടും ബൃഹത്തായ കാവ്യമാണ് രാമായണം. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു ക്രിമിനോളജിയുടെ സ്വഭാവത്തിനെ കാണാമെങ്കിലും ഒരു രാജഭരണത്തിൻ്റെ കഥ ഒരു പരിധിവരെ ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ സ്വഭാവം കൂടി അതിൽ നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയും. ഒപ്പം മാനവകുലത്തിൻ്റെ, അതുപോലെ രാഷ്ട്രവ്യവസ്ഥിതിയുടെ ചരിത്രത്താളുകളിൽ അതിവിശാലമായ കാൽപ്പനികത മുഴച്ചു നിൽക്കുന്ന ഒരു കൃതിയാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. മാനവകുലത്തിൻ്റെ, അതുപോലെ രാഷ്ട്രവ്യവസ്ഥിതിയുടെ ചരിത്രത്താളുകളിൽ ആ ദീർഘനാളത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു കൃതിയായതുകൊണ്ടാണ് ഞാനതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നത്. അതിവിശാലമായ കാൽപ്പനികത മുഴച്ചു നിൽക്കുന്ന ഒരു കൃതിയാണത്. കേവലമായ ഒരു ചരിത്ര ഗ്രന്ഥമോ അല്ലെങ്കിൽ വെറുമൊരു കഥ എന്ന് പറഞ്ഞിട്ടല്ല, എല്ലാം കൂടിച്ചേരുന്ന തീർത്തും ഒരു കഥാഗ്രന്ഥം തന്നെ. അതിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യ മനസ്സിൻ്റെ വ്യക്തി സ്വഭാവങ്ങളുടെയും, അതുപോലെ ഭരണവ്യവസ്ഥിതികളുടെ, സാമൂഹ്യ സംസ്കാരത്തിൻ്റെ, പ്രകൃതിബോധത്തിൻ്റെ, ജീവജാല ബന്ധങ്ങളുടെ, ഇങ്ങനെ നാനാതരത്തിൽ നമ്മുടെ ജീവിതവും സമൂഹവും പ്രകൃതിയും പ്രപഞ്ചവും ചുറ്റുപാടും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിപുലമായ വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഗ്രന്ഥം, അതിനെ ഏറെ മോടി പിടിപ്പിക്കുന്ന തരത്തിൽ റീഡബിലിറ്റി നിലനിർത്തിക്കൊണ്ട് ഫാൻറ്റസികളും മിത്തോളജികളും കൊണ്ട് അത്ഭുതങ്ങളും ആകാംക്ഷയും തുളുമ്പി നിൽക്കുന്നൊരു ഗ്രന്ഥമാണത്. അതൊരു അത്ഭുതകരമാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സൃഷ്ടി രൂപപ്പെട്ടു എന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ രചിച്ച കാലഘട്ടമല്ല പറയുന്നത്, ആ ഗ്രന്ഥകാരൻ വിഭാവനം ചെയ്തതിൽ ഒരു കാൽപ്പനികമായി സൂചിപ്പിച്ചിട്ടുള്ള, അതൊരു തരത്തിലുള്ള ഒരു കാൽപ്പനികം, ഒരു ഫാൻറ്റസി എന്തും പറയാം. അത് ഏതാണ്ട് 8,67,000 വർഷങ്ങൾക്കപ്പുറമാണ് ഗ്രന്ഥകാലം എന്നാണ് പറയുന്നത്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു വരാം. അതിലേക്കും തൽക്കാലം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പറയാനുള്ള കാര്യമാണത്. ഇത്രയും ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് തമാശയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ ഒരു ഉൾക്കാമ്പ്, അത് രൂപപ്പെടുത്തിയെടുത്ത ഗ്രന്ഥകാരൻ്റെ ആ ഒരു വീക്ഷണം,
അതൊരു വല്ലാത്ത ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു അനുഭവമായിരിക്കും വായിച്ചു വരുമ്പം വരെ. അതിൽ നമുക്കറിയാം, പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 24,000 ശ്ലോകങ്ങളുള്ള കാര്യങ്ങൾ, 500 അധ്യായങ്ങൾ നോക്കണം. ഇത്രയും വലിയൊരു ഗ്രന്ഥം ആ കാലത്ത് എത്ര പണിപ്പെട്ടിട്ടായിരിക്കും. അത് സംസ്കൃത ഭാഷയിൽ, അന്നത്തെ വിദ്വൽ ഭാഷയാണ് സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു മൂലഗ്രന്ഥം. ഈ മൂലഗ്രന്ഥത്തെ ആധാരമാക്കി നമ്മളൊക്കെ പഠിച്ചു. മലയാളത്തിൽ മാത്രം 16ഓളം രാമായണങ്ങളുണ്ട്. ഇതര ഭാഷകളിൽ ഒട്ടേറെ രാമായണങ്ങളുണ്ട്. അതിൻ്റെ ഈ പറയുന്ന രാമായണങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. അതിലൊക്കെ ലളിതരൂപമായ അധ്യാത്മരാമായണം, അതാണ് വാൽമീകി രാമായണം എന്ന് വിശേഷിപ്പിക്കുന്ന, എഴുത്തച്ഛൻ രാമായണം എന്ന് വിശേഷിപ്പിക്കുന്ന അധ്യാത്മരാമായണം. അതാണ് മുഖ്യമായ പാരായണ ഗ്രന്ഥം ആയി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതേക്കുറിച്ച് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ രാമായണ മാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. നാം തിരിച്ചറിയേണ്ടത്, നിറദീപത്തിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് നീട്ടിച്ചൊല്ലി 1 മാസം കൊണ്ട് പുസ്തക വരികൾ ഉച്ചരിക്കുക എന്നതിനപ്പുറം അതൊരാചാരത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അതങ്ങനെ നടക്കട്ടെ. അവിടെ നമ്മളൊരു തിരിച്ചറിവുണ്ടാക്കേണ്ടത്, ഈ ഒരു ക്രമത്തിനപ്പുറം, ഈ ഒരു ആചാരത്തിനപ്പുറം വിശ്വാസവും ആചാരവും ചടങ്ങുമൊക്കെ വ്യക്തിപരം എങ്കിലും നാം ഓർക്കേണ്ടത്, നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകറ്റി അന്ധമായ ബോധങ്ങളുടെ ജീർണതയെ കഴുകിക്കളഞ്ഞ് കഥാപാത്ര പൂജകൾക്കപ്പുറത്ത്, ഇന്ന് ഏറെയും നടക്കുന്നത് അതാണ്, ഏറെയൊന്നും ചിന്തിക്കുന്നില്ല, കേവലമായ കഥാപാത്ര പൂജകൾക്കപ്പുറത്ത് മനുഷ്യപരമായ തിരിച്ചറിവും വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ ഇതിലൂടെ എങ്ങനെ വഴി തുറക്കും? വരും തലമുറകൾക്ക് എന്ത് കരുതലുകൾ പകർന്നു നൽകാൻ ഈ വായനാ ആചരണത്തിലൂടെ, മാസാചരണത്തിലൂടെ, അല്ലെങ്കിൽ അഥവാ ആ ഒരു പ്രക്രിയയിലൂടെ, ആ ഒരു ആചാരത്തിലൂടെ വരും തലമുറയ്ക്ക് എന്ത് കരുതലുകൾ പകർന്നു നൽകാൻ കഴിയും? ഞാൻ അർത്ഥമാക്കുന്നത്, നമ്മുടെ വായന അതിനു വേണ്ടിയാകണം. എങ്കിൽ വായനയൊരു ചടങ്ങോ അനുഷ്ഠാനമോ മാത്രമാകരുത്. മാത്രമല്ല, ഒരു കേവല ഗ്രന്ഥത്തിനപ്പുറം ഒരിക്കലും രാമായണത്തെ കുറച്ച് കാണുന്നില്ല, അവർ ചടങ്ങിനെയും കുറച്ച് കാണുന്നില്ല. പക്ഷേ അത് ആ നിമിത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഗ്രന്ഥശാലാ സംഘം പോലുള്ള കർക്കിടക വായന എന്നൊക്കെ പറഞ്ഞ് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാർത്ഥകമായി അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങൾ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഒരു കേവല ഗ്രന്ഥത്തിനപ്പുറം അതൊരു സംസ്കാരമാകണം. വായന എന്നത് ഒരു ജീവിത രീതിയാകണം. അതല്ലേ നല്ലത്? അപ്പോൾ വായന എന്നതൊരു സംസ്കാരമായി, ഒരു ജീവിത രീതിയാക്കി മാറ്റിത്തീർക്കാനുള്ള അവസരമായിട്ട്, അതിനുള്ള ഒരു നിലമൊരുക്കലായിട്ട് രാമായണ മാസത്തെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, രാമായണ മാസം ഒരു രാമായണ മാസത്തിന് പകരം എല്ലാ മാസവും നമുക്ക് രാമായണ മാസമാക്കാൻ കഴിയണം. അമൂല്യമായ എത്രയെത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവ ഓരോന്നും ഓരോ ജീവിത പാഠങ്ങളായി നമ്മുടെ മുന്നിലെ നിറദീപങ്ങളാക്കാൻ, നമ്മുടെ ജീവിതത്തിലെ നിറദീപങ്ങളാക്കാൻ നമുക്ക് കഴിയണം. അതിന് ശ്രമിക്കുന്നതാകണം, അതിന് ഊർജം നൽകുന്നതാകണം രാമായണ മാസം പോലുള്ള പരിപാടികൾ എന്ന് ആശിച്ചുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്നെ കേട്ടതിന് നന്ദി കൂടി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. നന്ദി.